നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്നെ കുളിപ്പിക്കുന്നതും എന്നെ ഒരുക്കുന്നതും എനിക്ക് ഫുഡ് തരുന്നതും എന്നെ ഉറക്കുന്നതും എല്ലാം അമ്മൂട്ടിയാ. അമ്മൂട്ടിയെ കെട്ടിപ്പിടിച്ചുറങ്ങാൻ എന്ത് രസാന്നറിയോ. ഞാൻ എന്നും അമ്മൂട്ടിയുടെ കൂടെ കിടക്കുന്നേ. ആദ്യം എന്താ ആലോചിക്കുന്നേ? എനിക്ക് എന്റെ അമ്മ ഇഷ്ടോ, പക്ഷെ ഇപ്പോ എനിക്ക് അമ്മയില്ല. എന്റെ അമ്മ മരിച്ചുപോയി. മഴ പറഞ്ഞ പോലെ എനിക്ക് എന്റെ അമ്മയും അച്ഛനൊക്കെ എന്റെ അച്ഛൻ മാത്രമാ. വരുന്നതാ എന്റെ അച്ഛൻ. അച്ഛാ, ഇതെന്റെ പുതിയ ഫ്രണ്ടാ, പേര് മഴയെന്നാ. ആഹാ, മോളുടെ പേര് കൊള്ളാലോ, നല്ല പേരാണല്ലോ. താങ്ക് യു അങ്കിൾ. മോളെ വിളിക്കാൻ ആരും വന്നില്ലേ? എന്നെ വിളിക്കാൻ അങ്കിളോ അച്ഛമ്മയോ വരും. അച്ഛാ, മഴയെ വിളിക്കാൻ വരുന്നവരെ നമുക്കിവിടെ നിന്നാലോ? അതിനെന്താ, നമുക്ക് നിക്കാലോ. എന്റെ അച്ഛമ്മ വന്നു. അച്ഛമ്മ, ആദി, ഇതാ എന്റെ അച്ഛമ്മ. ഇതാണോ അച്ഛമ്മ? രാവിലെ ഞാൻ കണ്ടായിരുന്നല്ലോ. ഞാൻ ആദ്യയുടെ അച്ഛനാ. മോളെ വിളിക്കാൻ ആളെത്തില്ലെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തതാ. എന്നാ ഇനി സാറ് പൊയ്ക്കോ. ആ ശരി. ഞങ്ങളെ നേരെ വീട്ടിലോട്ടൊന്നും പോവില്ല. പിന്നെ അച്ഛനും മോനും കൂടി എങ്ങോട്ടാ പോകുന്നേ? ചിലപ്പോ ബീച്ചിൽ പോവും, ചിലപ്പോ ഐസ്ക്രീം കഴിക്കും. അങ്ങനെ കൊറേ പരിപാടികളുണ്ട്. എടാ മോനെ, വാടാ പോവാം. മഴ ബായ്. പോയിട്ട് വരാം. അതിങ്ങതാ. പോ. നമുക്ക് പോവാം. ആരോ വിളിക്കുന്നുണ്ടല്ലോ. അച്ഛൻ ഫോൺ അടിക്കുന്നു. ഒന്ന് ഒതുക്കി നിർത്തട്ടോ. എടാ, നിന്റെ അമ്മൂമ്മയാണല്ലോ വിളിക്കുന്നേ. പ്രത്യേകിച്ച് കാര്യമൊന്നും കാണത്തില്ല. അച്ഛൻ കട്ടി. എന്നാലും അത് ശരിയല്ലല്ലോ. ഒന്ന് എടുത്തേക്കാം. എന്നാ എടുത്തോ. ആ അമ്മ. ആ മോനെ, നീ ആദ്യം വിളിക്കാൻ പോയായിരുന്നോ? ആ, ഞങ്ങൾ അങ്ങോട്ട് വന്നോണ്ടിരിക്കുവാ. ഇന്ന് ഐസ്ക്രീം കഴിപ്പും കറക്കവും ഒക്കെ ഉണ്ടോ? എടാ, അമ്മൂമ്മ ചോദിക്കുവാ ഇന്ന് ഐസ്ക്രീമും കറക്കൊക്കെ ഉണ്ടോന്ന്. ഉണ്ടെന്ന് പറ. അങ്ങനെ പറഞ്ഞാ മതി. ചെറിയ പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ബീച്ചിലോട്ടൊന്ന് പോവാ, പിന്നെ ഒരു ഐസ്ക്രീം. എന്താ അമ്മ? എങ്കിൽ അത് വേണ്ടാന്ന് പറയാനാ വിളിച്ചത്. എടാ, വേണ്ടെന്ന് പറയാനാ വിളിച്ചത്. ഫോൺ എടുക്കണ്ടെന്ന് പറഞ്ഞതല്ലേ, പറ്റത്തില്ലെന്ന് പറ. അതെ, ആദ്യം പറയുന്നത് പറ്റത്തില്ലെന്നാ. അവൻ അങ്ങനെ പലതും പറയും. നീ വേഗം വീട്ടിലോട്ട് വരാൻ നോക്ക്. എന്തു പറ്റിയമ്മ? അത്യാവശ്യം വല്ലതുണ്ടോ? അത്യാവശ്യം ഉണ്ടോന്ന് ചോദിച്ചാ ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ ഞാൻ വിളിച്ച് വേഗം വരാൻ പറയില്ലല്ലോ. എന്താ അമ്മ കാര്യം? വല്ല കുഴപ്പമുണ്ടോ? പേടിക്കാനൊന്നുമില്ല, നല്ല കാര്യം തന്നെ. സമയം കളയാതെ വേഗം ഇങ്ങ് വാ. ഞാൻ വയ്ക്കുവാ. ഹലോ ഹലോ. ചെന്നേ പറ്റുള്ളൂന്ന് ഫോൺ കട്ട് ചെയ്തോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? ബീച്ചും പോയി ഐസ്ക്രീമും പോയി. വണ്ടി എടുക്ക്, വീട്ടിൽ പോവാല്ലേ?
നിനക്ക് പിണക്കൊന്നുമില്ലല്ലോ? അത് പിന്നെ നമ്മൾ തിന്നില്ലെങ്കിൽ അമ്മൂമ്മ വണങ്ങും. ആണോ? എന്നപ്പോ ആ വെയില് കൊണ്ടിട്ട് തല പൊട്ടുന്ന പോലെ തോന്നുന്നു. ഹെൽമെറ്റ് കൂടി വെച്ചാൽ ആവിയിൽ പുഴുങ്ങുന്ന അവസ്ഥയാ. നീ എന്താ അമ്മായിയമ്മയായിട്ട് പിണങ്ങിയ മരുമോളെ പോലെ ഇരിക്കുന്നത്? പിണങ്ങിയത് അമ്മായിയമ്മയോടല്ല, അച്ഛനോടോ അമ്മയോടോ. എന്തു പറ്റി? എത്ര ദിവസമായെന്നറിയോ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട്. അങ്ങോട്ട് വിളിച്ച അച്ഛന്റെ ഫോൺ സദാസമയം സ്വിച്ച് ഓഫാ. അങ്കിൾ എന്തെങ്കിലും തിരക്കിലായിരിക്കുന്നേ. നിനക്ക് നിന്റെ അമ്മയെ വിളിച്ചൂടെ? അമ്മയെ വിളിക്കുന്നതിന്റെ കുറവേ ഉള്ളൂ. ആകെ 2 പേരെ വീട്ടിലുള്ള. അമ്മയ്ക്കാണെ നിന്നു തിരിയാൻ സമയമില്ല. ഫോൺ എടുത്ത് റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുന്നത് പോലെ 5-6 ചോദ്യങ്ങളും ചോദിക്കും. നിനക്ക് സുഖമാണോ? മിനി നിന്റെ കടയുടെ കാര്യം എന്തായി? അച്ഛമ്മ സുഖമായിട്ടിരിക്കുന്നോ? സുന്ദരി എന്ത് പറയുന്നു? മഴമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? പരിപാടി കഴിഞ്ഞു. അല്ലേലും എല്ലാ അച്ഛനമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെ. പെമ്മക്കളെ കെട്ടിച്ചു കഴിഞ്ഞാ പിന്നെ തിരിഞ്ഞു നോക്കത്തില്ല. അവര് ചത്താലും കണക്കാ, ജീവിച്ചാലും കണക്കാ. ഇതിപ്പോ നിന്റെ അമ്മയ്ക്കും അച്ഛനും എന്നെ വിശ്വാസമാണ്. പൊന്നുപോലെ നോയിക്കോളൂന്ന്. അതല്ലേ അവർക്കൊരു ടെൻഷൻ ഇല്ലാത്തത്. ദേവിന്ദേട്ടാ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. ആ പറ, നീ പറ, കേക്കട്ടെ ഞാൻ. എന്തെങ്കിലുമൊക്കെ പറ മാലിനി. വെയിലുകൊണ്ട് പഴുത്തു വന്ന എനിക്ക് എന്തെങ്കിലും ചൂടോടെ കിട്ടുമ്പോ സന്തോഷാവുമല്ലോ. എനിക്കൊരു കാര്യം പറയട്ടെ, മനസ്സിന് സന്തോഷം തരുന്നൊരു കാര്യമാ. സന്തോഷം തരുന്ന കാര്യമൊക്കെ പറയട്ടെ എന്ന് ചോദിക്കണോ? ചുമ്മാ അങ്ങ് പറയുന്നേ. നമുക്ക് നാളൊന്ന് വീട് വരെ പോയാലോ? അമ്മയും അച്ഛനെയും അമ്മമ്മയൊക്കെ കണ്ട് 2 ദിവസം ഇവിടെ നിന്നിട്ടൊക്കെ വരാം. എന്തിനാ രണ്ടാക്കുന്നത്? ഒരാഴ്ചയോ 1 മാസമോ ഒക്കെ അവിടെ നിന്നിട്ട് വരാം. നിനക്ക് അറിയാവുന്നല്ലേ മാലിനി, ഇവിടെയാണെങ്കിൽ കടയുടെ കാര്യങ്ങളൊന്നും ആയിട്ടില്ല. അതിന്റെ ഒരു ഉദ്ഘാടനം കഴിഞ്ഞ് ഉത്തരവാദിത്തത്തോടെ നിൽക്കാൻ ഒരാളെ കിട്ടിയ എവിടെയാണെന്ന് വെച്ചാൽ പോവാം. അതുവരെ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. ആഹാ, ഇതെന്തു പറ്റി? എന്തു പറ്റി മോളെ? അച്ഛമ്മ വഴക്ക് പറഞ്ഞു. ആ വഴക്ക് പറഞ്ഞൊന്നും അല്ല. ആ വഴിയിലെ കടനെ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കണമെന്ന് സുന്ദരി എങ്ങാനും അറിഞ്ഞാ പിന്നെ എന്നെ വച്ചേക്കൂ. അയ്യേ, അതിനാണോ? മൂക്ക് ഐസ്ക്രീം വാങ്ങിച്ച് ഇവിടെ കൊണ്ട് തരില്ലേ? പിന്നെ എന്തിനാ വഴിയിലെ കടയിലൊക്കെ കയറി കഴിക്കാൻ നിൽക്കുന്നേ? കാര്യം വേറൊന്നുമല്ല. ഇന്ന് ആദിമോനെ വിളിക്കാൻ അവന്റെ അച്ഛനാ വന്നത്. എല്ലാ ദിവസവും സ്കൂളിൽ നിന്ന് തിരിച്ചു പോകുമ്പോ അവൻ അച്ഛൻ വഴിയിൽ നിന്ന് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കുമെന്ന്. അവന്റെ അച്ഛൻ ചെയ്തതുപോലെ ഞാനും ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കണമെന്ന്. അതിന്റെ വാശിയായി കാണിക്കുന്നതൊക്കെ. ഓ, ഇതിനൊക്കെയാണ് മോളെ വാശി കാണിക്കുന്നത്. ദേ മാലിന്യന്റെ മോൾക്ക് നല്ല ഒന്നാന്തരം ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ചോദിച്ചു നോക്കി എന്താ കഴിക്കാനെന്ന്. ഇന്ന് എന്താ ടിഫിൻ? ഇന്നത്തെ ടിഫിനല്ലേ ടിഫിൻ. ഇന്ന് ആന്റി ഉണ്ടാക്കി വെച്ചേക്കുന്നത് എന്താണെന്നറിയോ എന്റെ മഴമോൾക്ക്? എന്താ? മോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഒന്ന് ഗസ് ചെയ്ത് നോക്കിയേ. എനിക്കറിയില്ല, ആന്റി പറ. നല്ല സൂപ്പർ നൂഡിൽസ്. നൂഡിൽസ് എനിക്ക് വേണ്ട, ഞാൻ കഴിക്കില്ല. ഇന്നലെ ന്യൂഡിൽസ് വേണോന്നായിരുന്നല്ലോ വാശി. അതുണ്ടാക്കി വെച്ചപ്പോ വേണ്ട. ആ ശരി, നൂഡിൽസ് വേണ്ടെങ്കിൽ വേണ്ട. മോൾക്ക് പിന്നെ എന്താ വേണ്ടേ? അങ്കിളിനോട് പറ. എനിക്ക് ബ്രെഡ് ടോസ്റ്റ് മതി. ആഹാ, ഇന്നലെ ബ്രെഡ് റോസ്റ്റ് ഉണ്ടാക്കി തന്നപ്പോ വേണ്ടായിരുന്നല്ലോ. എങ്കിൽ എനിക്കൊന്നും വേണ്ട, ഞാൻ പോവാ.